നീ എന്താടാ റീയൂണിയൻ വരായിരുന്നേ? റീയൂണിയൻ ഒരു ലക്ഷറി കാറിലൊക്കെ വന്നിറങ്ങി നിന്നെ ഞെട്ടിക്കണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ. എന്തിന്? അത് പണ്ട് നമ്മൾ വൺ സൈഡായിട്ട് പ്രേമിച്ചവരെ കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു റിച്ച് സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു കുറ്റബോധം അടിക്കുന്നുള്ളൊരു അന്ധവിശ്വാസമുണ്ട്. എന്താ വരാന്? ലക്ഷറി കാറൊക്കെ റെൻറ്റിന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പെട്രോളും കൂടി അടിക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടായില്ല. കൈസറിന് ഫുഡ് കൊടുത്തേക്കട്ടെ? ഇത് ടെൻസിലെ റൂളല്ലേ? ഇവനാണ് ഇപ്പം ഈ ഫാമിൽ ഓൾ ഇൻ ഓൾ. തട്ടിപ്പൂച്ച ഒന്ത് മീനെ എല്ലാത്തിനെയും കുളിപ്പിക്കുകയും ചെയ്യും, ഭക്ഷണവും കൊടുക്കും. മീനെ കുളിപ്പിക്കും? ഇല്ല, മീൻ തന്നെ ടാങ്കിൽ ഇരുന്ന് കുളിച്ചോളും. ഇവരുടെ പഴയ പൂതറ സ്വഭാവത്തിനൊരു മാറ്റമില്ലല്ലോ. അപ്പം ഞാൻ പോട്ടെ? പോകണോ? എൻ്റെ ഗപ്പി ഫാമിൽ വന്നിട്ടൊന്നും മേടിക്കല്ലേ? എന്നാ ഒരു ഗപ്പിനെത്തോ? ഒരെണ്ണോ? എന്താ പറയണേ? പേരായിട്ടേ സർവൈവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സ്ട്രെസ് അടിച്ച് ചത്തു. ഞാനിങ്ങനെ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ അവർ പേരായിട്ട് എടുക്കണമെന്ന് എനിക്ക് ഇഷ്ടപ്പെടില്ല. എന്ത് മൈൻഡടി സോക്കുറല്ലേ? ഒരെണ്ണം തരാൻ പറ്റുമോ ഇല്ലയോ? തന്നേനിപ്പോൾ എന്താണ്, ഓറഞ്ച് കളർ എടുക്കട്ടെ? അതല്ലേ നിന്റെ ഫേവറേറ്റ്? അപ്പം ശരി. ഡേയ്, നിനക്ക് ഇനിയും ഒരു ചാൻസ് ഉണ്ടെന്നല്ലേ അവളിപ്പോൾ പറഞ്ഞിട്ട് പോയത്? ആണല്ലേ? ഈ പോയ വണ്ടി ഇനിയും വരുമോ? വരുമെന്ന് എനിക്ക് തോന്നണേ. നമുക്ക് നോക്കാം. ആമീൻ ചത്തുപോയി കേട്ടോ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. അതിപ്പോൾ മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും. ഓ പിന്നെ നീ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം മെയിലാണോ ഫീമെയിലാണോ തന്നെ? മെയില്. അന്ന് ഇത്തവണ ഫീമെയിൽ ഇതാ, ഞാൻ ജീവിപ്പിച്ച് കാണിച്ചു തരാം. ശരി, കാണാം. എന്തായി? ആമീനും ചത്തു. ഇനിയെങ്കിലും ഞാൻ പറയണ പോലെ ഒരു ജോഡിയൊക്കെ മേടിച്ചിട്ടിട്ട് വളർത്ത്, അപ്പം എല്ലാം ശരിയാവും. ഓ, നീ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് വേണ്ട, എടുത്തു. ഓക്കെ. പറഞ്ഞ പറയാനൊരു അവസരം കിട്ടിയില്ല. എടാ, പേരാണ് കൊണ്ടുപോയേക്കണേ. ഇനി എപ്പോൾ അവള് തിരിച്ചു വരാനാ? അടുത്തവണ വരും പറയാം. നീ എന്താണെന്ന് വെച്ചാൽ കളി. അവള് പിന്നെയും പറയണം. അവള് പിന്നെയും വരുന്നുണ്ട്. നീ എന്നെ കാര്യം എന്തായാലും പറഞ്ഞോളാം. ഓൾ ദി ബെസ്റ്റ്. ആ ജോഡിയും ചത്തുപോയോ? എല്ലാവരും ഓക്കെ ആണല്ലോ. പിന്നെ ഈ പറഞ്ഞത് ശരിയാ, കൂടെ ഒരാളുള്ളത് എപ്പോഴും നല്ലതാ. ഞാനിപ്പോൾ ഫിഷ് ഫുഡ് വാങ്ങിക്കാൻ വന്നതാ. നിനക്ക് നമ്മുടെ സ്കൂൾ ടൈമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്താ? എടി, അന്നൊക്കെ ഞാനെന്ത് ബോറനായിരുന്നു. ഓർമ്മയില്ല നിന്റെ പുറകെ വെറുപ്പിച്ച് കിടന്നിരുന്നത്? കുറ്റമാണെന്ന് തോന്നുന്നുണ്ടോ? നല്ല രീതിയിൽ. അന്നത് സ്റ്റോക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് അതിനെ പറ്റി ആലോചിക്കുമ്പം വേണ്ടിയിരുന്നില്ല. നീ ഭയങ്കര മെച്യൂർഡായി. ഫോണെടുത്തോ? ഓ, അമ്മയാ. ഈ കല്യാണാലോചന വന്നിട്ടുണ്ട്. എനിക്ക് താല്പര്യമൊന്നുമില്ല, പിന്നെ കണ്ടേക്കാന്ന് കരുതി. പക്ഷേ ഈ കോഫി ഷോപ്പൊന്നും എനിക്ക് സെറ്റാവില്ല. കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ആംബിയൻസ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതിനിപ്പോൾ എന്താ, ഇവിടെ നല്ല പീസ്ഫുൾ ആംബിയൻസ് ആണല്ലോ. പെണ്ണാണെങ്കിൽ ഇവിടെയും ആയിക്കൂടെ? ഞാനപ്പോൾ അതൊന്നും ഉദ്ദേശിച്ചില്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്ക് ഓക്കെ. നീ ഇവിടെ കംഫർട്ടബിൾ ആണെങ്കിൽ എനിക്ക് ഓക്കെ. ഹായ്. ഹായ്. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല. പക്ഷെ ഇല്ലേ, കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം എടുക്കാം. അതാവുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ. അവസരം നോക്കി എന്നിട്ട് ഇപ്പം എന്തായി? ആമ്പിള്ളേരും ഉണ്ടോയില്ലേ? ഞാനിനിപ്പോൾ എന്ത് ചെയ്യൂ? കറുപ്പൊക്കെ കിട്ടില്ലേ? ശബരിമല പോയിട്ട് വാ, കുറച്ചെങ്കിലും ആശ്വാസം കിട്ടാൻ വേണ്ടിയില്ല. പുള്ളി എന്താ പറഞ്ഞു? കല്യാണം കഴിഞ്ഞിട്ട് തന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാന്നൊക്കെ പറയണം. നീ എന്ത് തീരുമാനിച്ചു? എൻ്റെ കരിയറിന് അതാ നല്ലതെന്ന് അമ്മയും പറയണം. പക്ഷെ എനിക്ക് ഓട്ടം മടുത്തത്. ഓടിയല്ലേ പറ്റുള്ളൂ, ജീവിക്കണ്ടേ? എനിക്ക് നിന്നെപ്പോലൊരു ഫാമൊക്കെ ഇട്ട് സമാധാനമായിട്ട് ജീവിച്ചാൽ മതി. എന്താ നിന്റെ പ്ലാൻ? ഫാം ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഒരു പാർട്ണർ തപ്പിക്കൊണ്ടിരിക്കുക.
ഫാമിന് മാത്രം മതിയോ? നിനക്ക് വേണ്ടേ പാർട്ട്ണർ? മാട്രിമോണിയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും കിട്ടും. കിട്ടട്ടെ. നിനക്ക് എൻ്റെ പാർട്ട്ണർ ആവാൻ പറ്റുമോ? ഫാമിൻ്റെയോ ലൈഫിൻ്റെയോ? രണ്ടിൻ്റെയും. ആലോചിക്കാം.